ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വന്ന മല്ലനായ ഗോലിയാത്ത്. അദ്ദേഹത്തെ കണ്ട് ഇസ്രായേൽ ജനം പേടിച്ചോടിയപ്പോൾ ഗോലിയാത്ത് തൻ്റെ ദൈവത്തെ പുകഴ്ത്തുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ, അബ്രാം ആരാധിച്ച ദൈവം, മോശെ ആരാധിച്ച ദൈവം, പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച ദൈവം യാഹ്വേ, പിന്നീട് യഹോവ എന്ന വിളിപ്പേര് ലഭിച്ച ദൈവത്തെ ഗോലിയാത്ത് പഴി പറയുകയും കുറ്റം വിധിക്കുകയും ചെയ്തു. ജനത്തിനെല്ലാം വിഷമം തട്ടി. സർവശക്തനായ ദൈവത്തെ ഇങ്ങനെ പഴി പറയുകയും കുറ്റം പറയുകയും ചെയ്യുകയാണ്. ഗോലിയാത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്, എടാ നിൻ്റെയൊക്കെ ദൈവം, യഹോവയായ ദൈവം പെണ്ണുപിടിയാനാടാ, നിനക്കൊക്കെ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് അവിടെയുള്ള സ്വത്തുകൾ മോഷ്ടിച്ചെടുത്തവരല്ലോടാ, അതിന് കൂട്ടുനിന്നേ അല്ലോടാ നിൻ്റെ ദൈവം. ഇങ്ങനെയൊക്കെ ഗോലിയാത്ത് യഹോവയെ പഴിച്ചു. അതുകൊണ്ടായിരിക്കും ബൈബിളിൽ യഹോവയെ പഴിച്ചു. പഴിക്കുമ്പോൾ മറ്റു മതക്കാരൻ പഴിക്കുമ്പോൾ ഇങ്ങനെ പഴിക്കത്തുള്ളൂ. യഹോവയുടെ ശത്രുപക്ഷത്തുള്ളവർ യഹോവയെ പഴിക്കുമ്പോൾ യഹോവയുടെ വീര്യപ്രവർത്തികളിൽ മാനുഷിക സെൻറ്റിമെൻറ്റ്സ് കലർത്തി മാനുഷിക സ്നേഹത്തെ ജാമ്യത്തിന് വേണ്ടി കുത്തിത്തിരുകി വെച്ച് യഹോവയെ കുറ്റക്കാരനാക്കുന്ന പൈശാചിക തന്ത്രം ഗോലിയാത്ത് ഒന്ന് മെനഞ്ഞു നോക്കി. ദാവീദ് ഗോലിയാത്തിനെ പുഴുത്ത പട്ടിയായിട്ടേ കണ്ടുള്ളൂ. കാരണം ജനത്തിന് അന്നത്തെ യഹോവയുടെ പ്രവൃത്തികളും ഇന്ന് നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ യേശുവിനെ ആരാധിക്കുവാനും യേശുവിനെ നമുക്ക് ലഭിക്കുവാനും യഹോവയുടെ അപ്രകാരമുള്ള പ്രവൃത്തികൾ മൂലമാണ് നാമൊക്കെ യേശുവിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. അല്ലെങ്കിൽ യഹൂദ കുലം എന്ന് പറയുന്നൊരു കുലം കാണുകയില്ലായിരുന്നു. മനുഷ്യരാൽ അടിമപ്പെടുത്തി, മനുഷ്യരാൽ നശിപ്പിച്ച്, അവൻ്റെ പെൺമക്കളെ മറ്റൊരാളാൽ എടുക്കപ്പെട്ടും അവൻ്റെ സന്തതി പരമ്പരെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമ്മുടെ റാംസസിനെ പോലുള്ള ഈജിപ്റ്റ് ചക്രവർത്തിമാർ പ്ലാൻ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവിടെ അറ്റുപോകാനായിട്ടുള്ള, തലമുറ അറ്റുപോകാനായിട്ടുള്ള സകല തന്ത്രങ്ങളും പൈശാചിക ശക്തികൾ മെനയുമ്പോഴാണ് ദൈവം ഈജിപ്റ്റ് ദേശത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ദൈവം രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ യഹോവ ശ്രമിച്ചത് നിമിത്തമാണ് യാഹ്വേ പിന്നീട് AD 15-ാം നൂറ്റാണ്ടിന് ശേഷം വിളിക്കപ്പെട്ടതാണ് യഹോവ എന്ന പേര്. യഹോവ എന്ന് വിളിച്ചാലും യാഹ്വേ എന്ന് വിളിച്ചാലും വിളി പല പേരിലാണെങ്കിലും യേശുവിനെ യേശുവെന്നും ജീസസ് എന്നും വിളിക്കുമ്പോൾ പല പേരിലാണ് വിളിക്കുന്നത്. അതുപോലെ കണ്ടാൽ മതി നിങ്ങൾ. അപ്പോസ്തലന്മാർ സിഗിയോൻ ഊട്ടിശാലയിൽ ഭാഷാപരത്തിൽ അവർ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്തപ്പോൾ അവിടെ ആയിരുന്ന ആ ദേശത്തിലെ പല രാജ്യത്തിൽ നിന്ന് വന്നവർ അവരുടെ ഭാഷകളിലാണ് ദൈവത്തിൻ്റെ പേര് കേട്ടത്. അപ്പോൾ ഗ്രീക്കുകാരൻ രക്ഷകൻ എന്നുള്ള പേര് കേട്ടത് യഹോശുവ എന്നായിരിക്കത്തില്ല. എന്തായിരിക്കും കേട്ടത്? യേശുവ എന്നാണ് ഈ ഗ്രീക്കുകാരൻ കേൾക്കുന്നത്. അങ്ങനെ ഓരോ ദേശക്കാരനും അവനവൻ്റെ ലാംഗ്വേജിൽ ഈ ദൈവത്തിൻ്റെ പേരുകൾ കേട്ടിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അവർ പറയുന്നുണ്ട്, നമ്മുടെ ഭാഷയിലാണല്ലോ ഈ പേരുകൾ കേൾക്കുന്നത്, ഇവർ പറയുന്നത് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അവരുടെ പ്രസംഗങ്ങളും അവരുടെ ഭാഷാപരങ്ങളും യേശുവിനെക്കുറിച്ചായതിനാൽ യേശുവിൻ്റെ പേര് അവിടെ വരാതിരിക്കുകയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ ദൈവത്തിനെതിരെ ഗോലിയാത്ത് പഴി പറഞ്ഞ് ഈ ദൈവത്തെ കുറ്റക്കാരനാക്കി, ഈ ദൈവത്തെ പെണ്ണുപിടിയാനാക്കി ഗോലിയാത്ത് മാറ്റുന്നത് അവൻ്റെ മതത്തിൻ്റെ ദൈവങ്ങളെ വലിയവനാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ദാവീദിൻ്റെ മുമ്പിൽ അത് എത്തിക്കഴിഞ്ഞപ്പോൾ, ദാവീദ് ഒരു കൊച്ചു പയ്യനായിരുന്നിട്ട് പോലും യഹോവയുടെ നാമം ദുഷിക്കുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കാതെ, യഹോവയുടെ നാമം ദുഷിക്കുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കാതെ ദാവീദ് അവനുമായി യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറായി. ദാവീദ് അവനെ ഒരു ചീഞ്ഞ പട്ടിയായിട്ടേ കണ്ടുള്ളൂ. ഒരു ചീഞ്ഞ പട്ടി. അവനെ വലിയവനായിട്ടോ അവൻ്റെ പൊക്കവും അവൻ്റെ ഉയരവും കണ്ടിട്ട് അവനെ വലിയവനായി കണ്ടില്ല. അവൻ
യാഹ്വയ്ക്കെതിരെ പറയുന്ന നീചമായ വാക്കുകൾ കേട്ടിട്ട് അവനെ ഒരു മഹാനായിട്ടോ അല്ലെങ്കിൽ അവൻ വലിയ സംഭവമാണെന്നോ കണ്ടില്ല. വെറും ഒരു വെറുത്ത പട്ടിയായിട്ടേ ദാവീദ് അവനെ കണ്ടോളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് ഗോലിയാത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. ഗോലിയാത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഗോലിയാത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആ ഗോലിയാത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ എന്ന് ഉള്ളിൽ തോന്നും. ദാവീദിൽ പ്രവർത്തിച്ചിരുന്ന ആത്മാവ് ഉള്ളിലുള്ളവർക്ക് അവനെ ഒരു നീചനായ തെരുവ് നായായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഗോലിയാത്തിൻ്റെ ആത്മാവുള്ളവർക്ക് യാഹ്വയ്ക്കെതിരെ വരുന്ന ദുരുപദേശങ്ങൾ, യാഹ്വയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, നിരൂപണങ്ങൾ, ഇവയെല്ലാം ഒരു വലിയ സംഭവമായി തോന്നുകയില്ല, ഒരു കോമഡിയായിട്ടേ അത് തോന്നുകയുള്ളൂ. കോമഡിയും ഒരു മണ്ടൻ്റെ പ്രബോധനമായിട്ടോ അല്ലെങ്കിൽ ഒരു മണ്ടൻ്റെ കൊരയായിട്ടോ നമുക്ക് തോന്നുകയുള്ളൂ. ഒരിക്കലും അതിൽ ജ്ഞാനമായി ഒന്നും കാണുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഗോലിയാത്തിൻ്റെ സ്പിരിറ്റുള്ളവരുണ്ട്, അവർക്കിത് ഇൻട്രസ്റ്റഡാണ്. അവരിത് കേൾക്കാനേ, മറ്റുള്ളവരോട് ബൈബിൾ വായിച്ച് അറിവില്ലാത്തവരോട് എന്ന് സംസാരിക്കാനേ ഒക്കെ ഇവർ ഇച്ചിരി ഒന്ന് ഷോ കാണിക്കും. കാരണം അത്യുന്നതനായ ദൈവത്തെ താഴ്ത്തിയിട്ടാണെങ്കിലും വേണ്ട, എൻ്റെ പേരൊന്ന് ഉയരണം. അത്യുന്നതനായ ദൈവത്തെ പരിഹസിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ വായടപ്പിക്കണം എന്ന് കരുതുന്ന ഗോലിയാത്തുമാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. പക്ഷേ ഇവിടെയാണ് ദാവീദുമാർ എഴുന്നേൽക്കേണ്ടത്. ഇങ്ങനെയുള്ള ചീഞ്ഞ പട്ടികളെ കൊണ്ട് കല്ലേറിൻ്റെ മുമ്പിൽ അവൻ്റെ നെറ്റിക്ക് നോക്കി കല്ലെറിയുവാൻ തക്കവിധം, ആശയം കൊണ്ട് കല്ലെറിയുവാൻ തക്കവിധം ദാവീദിന്റെ മക്കൾ എഴുന്നേൽക്കേണ്ട ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവിൽ പ്രിയരെ, ഇപ്പോൾ നമുക്കറിയാം ക്രിസ്തീയ ജീവിതം തകർക്കാനായിട്ട് ഞാനിതൊരു 7-8 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട്, തിയോളജിക്കൽ സ്റ്റുഡൻസിനോടും ഞാൻ ആത്മീയതയിൽ വളർത്തുന്ന എൻ്റെ മക്കളോടും കുഞ്ഞുങ്ങളോട് ഞാനിത് പറഞ്ഞിരുന്നു. ഞങ്ങൾ പലപ്പോഴും പേഴ്സണൽ പ്രയറിനായിട്ട് പോകുമ്പോൾ ഞാനിവരോട് പറയുമായിരുന്നു, ക്രിസ്തീയ ജീവിതത്തെ തകർക്കാൻ പറ്റുന്ന തരത്തിൽ ചില വ്യക്തികൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ, പാസ്റ്റർ എന്ന നിലയിൽ, ബ്രദർ എന്ന നിലയിൽ, സുവിശേഷകർ എന്ന നിലയിൽ, സഭയുടെ ഏറ്റവും ഉന്നത ബ്രദർ, ധ്യാനഗുരു എന്ന നിലയിലെല്ലാം സഭയുടെ അകത്ത് കയറുകയും, അതെല്ലാം ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 7 വർഷത്തിന് മുമ്പ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സഭയിൽ കയറിയിട്ട് വചനമായിരിക്കും പറയുന്നത്, പക്ഷേ ഇവർ കുത്തിത്തിരികി ഇവർ പഠിപ്പിക്കുന്നത് മറ്റൊരു മതത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ബൈബിളിനെ ബൈബിൾ എന്ന് പറയും. ബൈബിൾ ഒരു കുട്ടിക്കെട്ട് പുസ്തകം. പക്ഷേ എക്സാമ്പിളായിട്ട് മറ്റു മതത്തിൻ്റെ പുസ്തകങ്ങൾ പറയുമ്പോൾ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഖുറാനെ പറയുകയാണെന്ന് വിചാരിക്കുക. ഖുറാനെ പറയുമ്പോൾ ഇവർ വിശുദ്ധ ഖുറാൻ എന്ന് പറയും, പരിശുദ്ധ ഖുറാൻ എന്ന് പറയും. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൺവെർട്ടായി വന്നിരിക്കുന്ന ചില വ്യക്തികൾ പോലും ഒരു കാലത്ത് അവർ ഈ ഇങ്ങനെയുള്ള മതങ്ങളിലായിരിക്കാം, പക്ഷെ പിന്നീട് ക്രിസ്തീയ മതത്തിൽ വന്നിട്ട് അവർ പറയുമ്പോൾ ബൈബിൾ വചനങ്ങളെ വളച്ചൊടിച്ചു അതിനെ ഒരു ജാതീയ വൽക്കരണത്തിന് വേണ്ടി അവർ മനഃപൂർവ്വം അവരുപയോഗിക്കുകയും, എന്നാൽ അവർ പറയുന്ന ഉദാഹരണങ്ങൾ മുഴുവൻ ഇസ്ലാം മതത്തിലെ കുടുംബങ്ങളെക്കുറിച്ചോ അവിടെ നടക്കുന്ന അവർ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയെക്കുറിച്ചോ വചനവേദിയിൽ ഇവർ ഉപദേശമായി കൊണ്ടുവരും. ഇതാണ് ഇവരുടെ ടെക്നിക്ക്. ഇതാണ് വചനം പറയുമ്പോൾ. ഞങ്ങളുടെ അടുത്തൊരു കാക്കയുണ്ടായിരുന്നു. ഇക്കായ്ക്ക് അടുത്തൊരു രോഗി കടന്നു. ഇക്ക പോയി തൻ്റെ കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടിട്ട് ആ രോഗിയെ പോയി രക്ഷപ്പെടുത്തി. ഇതാണ് സ്നേഹം. പക്ഷേ ക്രിസ്തീയ സമൂഹത്തിൽ ആരുടെയും ഒരു നന്മ പ്രവൃത്തി പോലും ഇവർ വചനവേദിയിൽ ഉപയോഗിക്കത്തില്ല. അതാണ് ഈ വ്യാജന്മാരുടെ ഒരു പ്രധാന ലക്ഷ്യം. അതാണ്. എന്നിട്ട് ഇവർ പറയുമ്പോൾ എടുത്തു പറയും, ഖുറാനെ പറയുമ്പോൾ പരിശുദ്ധ ഖുറാൻ എന്ന് പറയുകയും, ഖുറാനെ ഇപ്പോൾ പരിശുദ്ധ ഖുറാനെന്നോ അവർ എന്തെങ്കിലും സംബോധന ചെയ്യുന്നതിന് നമുക്കെതിരൊന്നുമില്ല.
പക്ഷേ നീ ഖുർആനെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നതിൽ നിന്റെ നാവ് എന്താ പൊങ്ങാത്തത്? ഇത് ഞാൻ ഈ കുട്ടികളെ നോട്ട് ചെയ്ത്, ഇപ്പോൾ ഖുർആനെ മാത്രമല്ല മഹാഭാരതമായാലും മറ്റ് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചെല്ലാം ഇവർ വളരെ പരിശുദ്ധിയോടെ അവതരിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ ബൈബിളിനെ അവതരിപ്പിക്കുമ്പോൾ വളരെ ലോ ബഡ്ജറ്റിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ സഭയുടെ അകത്ത് നുഴഞ്ഞു കയറുമെന്ന് ഞങ്ങൾക്ക് 7 വർഷത്തിനു മുമ്പേ കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരസ്യമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വ്യക്തമായും ഞങ്ങൾ ഇവർ കറക്റ്റല്ല, ഇവർ കറക്റ്റ് റൂട്ടിലല്ല എന്ന് ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന ഒരു വലിയൊരു ഐഡിയോളജി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നമ്മുടെ സഭയിൽ, അതാത് സഭകളിലുള്ള ഈ സഭ മാറ്റാൻ ആഗ്രഹിക്കുന്ന ചില നേർച്ച കാഴ്ചകളുണ്ട്. സഭയുടെ വിശുദ്ധരായ നേതാക്കന്മാർ, സഭയുടെ അധ്യക്ഷന്മാർ, വിശുദ്ധരായവർ, അവർ തന്നെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ആ ചർച്ചിൽ നിന്നൊന്ന് മാറിയാൽ മതി. ഇതൊരു ബൈബിൾ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഞാൻ തന്നെ കൊരട്ടിമുത്തിയെക്കുറിച്ച് പറയുന്നതും എടപ്പള്ളിയിലെ കോഴിവെട്ടിനെക്കുറിച്ചും വളരെ തെറ്റാണ്, നിങ്ങളവിടെ പോകരുതെന്ന് പറയുന്ന കത്തോലിക്ക സുവിശേഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആരെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പച്ചയ്ക്ക് പറയുന്ന വീഡിയോ എൻ്റെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ ആഗ്രഹിക്കുന്ന സുവിശേഷകരുണ്ട്, ധ്യാനഗുരുക്കന്മാരുണ്ട്, ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ മറ്റ് മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി ഇതിൻ്റെ അകത്ത് കയറി വന്ന് പ്രവർത്തിക്കുന്നവർ ഇവരെന്ത് ചെയ്യും? ഇവർ അവിടെ പോയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ കുടുംബത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്, ഇങ്ങനെ ബൈബിൾ വിരുദ്ധമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഇവർ പോയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത്, അതായത് സഭയിൽ കയറിയിരിക്കുന്ന അഴുക്കുകളെ അവർ കൂടുതൽ വർണ്ണിക്കാൻ ശ്രമിക്കും. സഭയുടെ വിശുദ്ധമായ കാര്യങ്ങളെ അവർ ചെറുതാക്കി കാണിക്കുകയും ചെയ്യും. എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നേർച്ച കാഴ്ചകളെക്കുറിച്ച് ഇവർ പുകഴ്ത്തി പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വ്യാജ സുവിശേഷകർ പുകഴ്ത്തി പ്രസംഗിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ സഭ പോലും പലതും ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മറ്റ് ആട് വളർത്തുന്ന മറ്റ് ഒരു ഗോത്രം ഉണ്ടായിരുന്നു. ആ ഗോത്രത്തിൻ്റെ പേരെന്തായിരുന്നു? വെടുവിൻ വർഗ്ഗക്കാർ. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? വെടുവിൻ വർഗ്ഗക്കാർ എന്ന് പറയുന്ന ഗോത്രമുണ്ട്. ആ ഗോത്രത്തിൽ ആടിനെ കൊണ്ട് പുറപ്പെടുന്ന സമയത്ത് വെടുവിൻ വർഗ്ഗക്കാർ ആടിനെ കൊള്ളുകയും ആ രക്തം കട്ടിളപ്പടിയിൽ തേക്കുകയും ചെയ്യും. ആ സംസ്കാരമാണ് ഇവർ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതായത് ആ ബെഡുവിൻ വർഗ്ഗക്കാരുടെ സംസ്കാരമാണ് പുറപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടത്. ജാതികളിൽ നിന്ന് കടമെടുത്തതാണ് എന്നാണ് ഇവർ പ്രതിപാദിക്കുന്നത്. അതൊരു ഫിലോസഫിയിൽ അല്ലെങ്കിൽ അതൊരു തർക്കശാസ്ത്രത്തിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. പക്ഷെ അത് ശരിയെന്ന് ഒരു സഭയും അത് പൂർണ്ണമായും വെച്ച് ഇങ്ങനെ ചരിത്രം, അതായത് ചരിത്രവും ദൈവശാസ്ത്രവും തമ്മിൽ ചേർത്ത് പഠിക്കുമ്പോൾ, അതാണല്ലോ തിയോളജി എന്ന് പറയുന്നത്, പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈജിപ്തിലെ നൈൽ നദി ചുമന്നത് എങ്ങനെയാണ്? എത്യോപ്യൻ മലനിരക്ക്, എത്യോപ്യനിൽ മഴ പെയ്യുമ്പോൾ എത്യോപ്യൻ മലകളെന്ന് പറഞ്ഞാൽ ചുമന്ന മലകളാണ്. ആ ചുമന്ന മലകളിലൂടെ വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ഈജിപ്തിലേക്ക് ആ വെള്ളം ഒഴുകി വരികയും ഈ നദിയിലേക്ക് കലരുകയും ചെയ്യും. അങ്ങനെയാണ് നദി ചുമക്കാറുള്ളത്. ശാസ്ത്രീയമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ, അങ്ങനെ ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് മോശ വടിയടിച്ചപ്പോൾ നദി ചുമന്നതല്ല, എത്യോപ്യൻ മലനിരകളിൽ നിന്ന് വെള്ളം കടന്നു വന്നിട്ട് നദി ചുമന്നതാണ് എന്നതാണ് പറയുന്നത്. മോശ മാത്രം വടിയടിച്ചപ്പോൾ നദി ചുമന്നതല്ല, മന്ത്രവാദികൾ നദിയിലടിച്ചപ്പോഴും വെള്ളം രക്തം പോലെയായി എന്നാണ് പറയുന്നത്. നദി ചുമക്കുമല്ല, മറിച്ച് ബ്ലഡായി മാറി എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ഇവരത് ബ്ലഡ് എന്നുള്ളത് മാറ്റിയിട്ട് റെഡ് കളർ കൊണ്ടുവരും. ഇങ്ങനെയുള്ള പഠനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ വ്യാജന്മാർ ഇമ്പോർട്ടൻസ് കൊടുക്കും ജനങ്ങളിലേക്ക്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ബൈബിളിൽ നടന്നിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം നാച്ചുറലായിട്ട് പ്രകൃതിപരമായി നടന്നതാണ്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ ജൂതന്മാർ തെറ്റിദ്ധരിച്ചതാണെന്ന് വരുത്തി വെക്കാനാണ് ഇവരുടെ ഗൂഢാലോചനയുടെ പ്രസംഗം.
അതേ ഇവർ തന്നെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സഭ മാറ്റാനിരിക്കുന്ന അഴുക്കുകളെ എടുത്ത് പ്രൊമോട്ട് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് പറയും, ഞാനും എൻ്റെ കുടുംബവും ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയും വലിയ വചനമൊക്കെ അറിയാവുന്നവർ പോയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പോയാ എന്ന് പറഞ്ഞുകൊണ്ട് പോകാനും വചനത്തിൽ നിന്ന് അകലാനും വിശുദ്ധ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാനും ഇവരുടെ ഈ തന്ത്രം കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യമേ പറയാണ്, ഇവർ പറഞ്ഞല്ലോ വെടുവീൻ വർഗ്ഗക്കാരുടെ കോപ്പി അടിച്ചതാണ് യാഹ്വേ എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ഇവരുടെയൊക്കെ യൂട്യൂബ് എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണാം. സത്യമാണ്, തിയോളജിയിൽ അങ്ങനെ ഒരു തർക്കശാസ്ത്രമുണ്ട്. പക്ഷെ ആ തർക്കശാസ്ത്രം ഞങ്ങൾ സ്റ്റഡി ചെയ്തല്ലേ, പക്ഷെ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം അതിനെ ഒരു തെരുവ് ശാസ്ത്രമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഈ പെസക കുഞ്ഞാടും പെസക അറുത്തതും കട്ടളപ്പടി ചേർക്കുന്നതും സംഹാരദൂതൻ അവരെ തൊടാതെ വരുന്നതും അവർക്ക് പുറപ്പാടുണ്ടാകുന്നതും യഹോവ ചെയ്തത്, യാഹ്വേ ചെയ്തത് ആരെ കണ്ടിട്ടാണ്, ആരുടെ നിഴലായിട്ടാണ് ചെയ്തത്? യേശുവിൻ്റെ നിഴലായിട്ട്. രക്ഷാകര പദ്ധതി വെടുവിൻ വർഗ്ഗക്കാരുടെ കോപ്പി അടിച്ചിട്ട് നടത്തേണ്ട ഗതികേടാണ് യാഹ്വേക്കുള്ളതെന്നാണ് ഇവന്മാർ പറയാതെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ദൈവം എന്ത് ചെയ്താലും ഒരുപക്ഷെ അത് വിജാതീയരോ ഏതെങ്കിലും ഗോത്രവർഗ്ഗക്കാരോ ചെയ്യാൻ കാണും. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ A to Z എന്ന് പറയുന്ന ഒരു മനുഷ്യ ജീവിതമുണ്ട്. അത് A to Z അടങ്ങിയിരിക്കുന്ന മനുഷ്യ ജീവിതമാണ്. ഈ സർക്കിളിൻ്റെ അകത്ത് വന്നേ നമ്മുടെ ദൈവത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പുറത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ മരിച്ച സ്വർഗത്തിൽ ചെല്ലണം. നമ്മളുടെ തലയ്ക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, അതിനപ്പുറമായിട്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അടിമകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ദൈവം തൻ്റെ പുത്രന് വേണ്ടി തൻ്റെ പുത്രൻ്റെ നടത്താൻ പോകുന്ന ശുശ്രൂഷയുടെ പ്രധാനമായ ശുശ്രൂഷയുടെ നിഴലായി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത് അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ, അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യിപ്പിച്ചു. രക്തം കൊണ്ടേ പാപപരിഹാരമുള്ളൂ. അതുകൊണ്ട് ഒരു നിഷ്കളങ്ക മൃഗത്തിൻ്റെ രക്തം നിഴലായി തളിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. രക്തവും മാംസവും നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാകുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ വചനത്തിന്റെ നിഴലാണത്, അല്ലാതെ വെടുവിൻ വർഗ്ഗക്കാരന്റെ കോപ്പിയല്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ വ്യാജന്മാരെ ജനങ്ങൾ തിരിച്ചറിയത്തില്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? സഭയ്ക്കകത്ത് വീണിട്ടുള്ള അഴുക്കുകൾക്കെതിരെയാണ് ഞങ്ങൾ. അത് തെറ്റാണ്, അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് 10 പേരെ അതിൽ നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ബാക്കിയുള്ള സഭയുടെ വിശുദ്ധ കാര്യങ്ങൾ റൈറ്റാണ്, നിങ്ങളത് ചെയ്തോ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ഹല്ലേലൂയ. ഇവന്മാർ നേരെ തിരിച്ചാണ്. ശരിയായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം പോലും വെടുവിൻ വർഗ്ഗക്കാരുടെ കോപ്പിയാണ് എന്ന് പ്രസംഗിക്കുകയും 1-ാം കൽപ്പന പോലും അതിനെ തിരിച്ചടിച്ചിട്ട് ജാതീയ ആചാരം ചെയ്യാമെന്ന് ഇവർ പ്രസംഗിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇവർ വന്നതിൻ്റെ അർത്ഥം മറ്റ് മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റു മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി അനേകം പേർ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് അടയാളമായി യാഹ്വേ അബ്രാഹാമിൻ്റെ ദൈവത്തെ കുറ്റം വിധിക്കുന്ന വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് യഹോവ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയ്ക്ക് യാഹ്വേ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല, അബ്രാഹാമിൻ്റെ ദൈവമാണെന്നുള്ളത് അറിയില്ല. യഹോവ എന്ന് കേട്ടാൽ പെട്ടെന്ന് അറിയാം. കാരണം ബൈബിൾ വിവർത്തകർ യഹോവ എന്ന് എഴുതിയത് കാരണം അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണമാണ് ഞാൻ എടുത്തു പറയുന്നത്. യഥാർത്ഥത്തിൽ യാഹ്വേ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്, യഹോവ എന്നല്ല എന്നുള്ള കാര്യത്തിൽ ഞാനും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. യേശു നമ്മളെ പഠിപ്പിച്ചു തന്നത് ആബാ പിതാവേ എന്ന് വിളിക്കാനാണ്. നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കേണ്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതിനോടാണ് ഞാൻ കൂടുതലും ഊന്നൽ നൽകുന്നത്. യേശുവേ ആരാധന. പക്ഷെ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പേരുകൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗോലിയാത്തിനെ പോലെ യഹോവയ്ക്കെതിരെ അല്ലെങ്കിൽ യാഹ്വേക്കെതിരെ പോരാടുന്ന ഗോലിയാത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗോലിയാത്തിൻ്റെ ശബ്ദം കേട്ട് അതുപോലെ ഏറ്റുപാടുന്ന മറ്റ് കുഞ്ഞ് ഗോലിയാത്തുമാരും ഉണ്ട്. അതായത് വലിയ ഗോലിയാത്ത്, വണ്ണവും പൊക്കമുള്ള ഗോലിയാത്ത് ചതഞ്ഞ
പട്ടിയെ പോലെ നിന്നുകൊണ്ട് അലറി വിളിച്ച് യഹോവയുടെ നാമം കളങ്കപ്പെടുത്തുമ്പോൾ അത് കേൾക്കുന്ന കുഞ്ഞു ഗോലിയാത്തുമാർ, അത് ഏറ്റുപാടുന്ന കുഞ്ഞു ഗോലിയാത്തുമാരും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി നിങ്ങൾ പോരാടിയാൽ യഹോവയ്ക്ക് തന്നെ യഹോവയെ രക്ഷിക്കാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ യഹോവയെ തന്നെ നോക്കാനൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾ യഹോവയെ സ്നേഹിക്കുന്നത് കാരണം, യാഹ്വയെ സ്നേഹിക്കുന്നത് കാരണം ഞങ്ങളുടെ അപ്പനെ തൊട്ടാൽ അതിന് മറുപടി പറയും. അതാണ് ദാവീദിന്റെ, അതാണ് ഞങ്ങളുടെ രീതി. അതാണ് ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പനെ നോക്കാനൊക്കെ നന്നായിട്ട് അറിയാം. അതിലൊന്നും ഒരു കുറവുമില്ലാത്ത അപ്പനാണ്. ഇപ്പോൾ കർത്താവിൽ പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് BC 4000 മുതൽ തന്നെ അന്നത്തെ ഒരു കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ, അന്നത്തെ ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ, BC 4000 മുതലുള്ള കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വിചിത്രമാണ് അന്ന് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ചരിത്രങ്ങളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതായത് കൈയൊക്കെ ഉള്ളവൻ ജീവിക്കും, കൈയൊക്കില്ലാത്തവൻ കൊല്ലപ്പെടുകയും അവൻ്റെ പെമ്മക്കൾ മോഷ്ടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള കാലത്താണ് മന്ത്രവാദങ്ങൾ വളർന്നത്, ദൈവവിശ്വാസങ്ങൾ വളർന്നത്. നമ്മൾ ഇപ്പോൾ ഒരു 500 പേരടങ്ങുന്ന കുറച്ച് ആൾക്കാർ ഒരു വിജനമായ പ്രദേശത്ത് ചെന്ന് അവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നമ്മളൊരു കുടിലൊക്കെ വെച്ച് അവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജീവിച്ചു കുറച്ച് വീടൊക്കെയായി, കുറച്ച് സമ്പത്തൊക്കെ നമുക്ക് ജോലി ചെയ്തും കൃഷി ചെയ്തും കുറച്ച് കൃഷിയൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്തു. അപ്പോൾ എന്തായി? ഉപജീവന മാർഗമായി വെള്ളം കുടിക്കാനുള്ള വെള്ളമുണ്ട്, വയലുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തുണ്ടെന്നാണ് അന്നത്തെ കാലത്തെ വിചിന്തനം. ഇന്നത്തെ കണക്കുള്ള റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ പിന്നെ പണത്തിൻ്റെ ഡീലിങ്ങോ ഒന്നുമല്ല അന്നത്തെ പണം എന്ന് പറഞ്ഞാൽ വയലാണ്. അന്നത്തെ പണം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ വളർത്തുക, ഇതൊക്കെയാണ്. അന്ന് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ളവർ, ഏറ്റവും കൂടുതൽ വയലുള്ളവർ, ഇവരൊക്കെയാണ് സമ്പന്നന്മാർ. അന്നത്തെ ലെവലിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ യഹോവയെ ന്യായീകരിക്കാൻ വേണ്ടി പഴയ ലെവലിലേക്ക് പോയതാണോ? അല്ല. പഴയ ലെവലിൽ നടന്ന സംഭവം പഠിക്കണമെങ്കിൽ പഴയ ലെവൽ തന്നെ പറഞ്ഞേ പറ്റൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. വളരെ സ്നേഹത്തിൻ്റെ ചിന്തകളും, മറ്റൊരാളോട് കോപിക്കരുത്, മറ്റൊരാളെ ഒന്നും ഉപദ്രവിക്കരുത്, അവൻ്റെ ഒന്നും പിടിച്ചു പറിക്കരുത്, ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള സമാധാനങ്ങളും വന്നിട്ടൊക്കെ കേവലം 50 or 60 വർഷമേ ആയിട്ടുള്ളൂ. മറ്റേതെല്ലാം കയ്യൂക്കുള്ളവൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുവരെ ഈ ലോകത്തിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് കയ്യൂക്കുള്ളവൻ പിടിച്ചു പറിച്ചും നമ്മുടെ പെമ്മക്കളെ പിടിച്ചെടുത്തു പോകുന്ന കാലത്ത് യാഹ്വയുടെ, മോശയുടെ പ്രവർത്തനവും യാഹ്വയുടെ പ്രവർത്തനങ്ങളും വായിക്കുന്നവർക്ക് യാഹ്വേ ധീരനായ ദൈവമായിരുന്നു. ഇപ്പോൾ സെക്കുലറിസോ UNAയും പിന്നെ റൗണ്ട് ടേബിൾസും ഇങ്ങനെയൊക്കെയുള്ള ലോസ് വന്ന് ഇപ്പോൾ നമുക്ക് കൊടുക്കൽ വാങ്ങലൊക്കെ വേൾഡ് രീതിയായി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാഴ്ചയിലൂടെ ഇങ്ങനെ നോക്കുന്ന ഈ എന്താ പറയുന്നത്, ഗോലിയാത്തുമാർക്ക് ഇവിടുത്തെ വ്യവസ്ഥ കൊണ്ട്, ഇപ്പോഴുള്ള വ്യവസ്ഥ വെച്ച് യൂത്തിനെ, പൊട്ടരായ മൊണ്ണക്കുഞ്ഞാടുകളായ യൂത്തിനെ മറിച്ചിടാനായിട്ട് ഇവർക്ക് ഇപ്പോഴത്തെ വ്യവസ്ഥ വെച്ചുകൊണ്ട് സാധിക്കും. അത് മൊണ്ണക്കുഞ്ഞാടുകളായ യൂത്ത് പെട്ടെന്നങ്ങ് വീഴും. ഹല്ലേലൂയ. എന്നാൽ ദാവീദിനിൽ നിന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവുള്ള ധീരരായ മനുഷ്യരുണ്ട്. അവർ പറയും പോടാവില്ല എന്ന് പറയും. ഇതാണ് സത്യം. അവർ പറയും പോടാവില്ല, നിന്റെ ചവറും എടുത്തുകൊണ്ട് ഓടാന്ന് പറയും. ഇതാണ് പറയുന്നത്. മറ്റ് മതങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായി നിന്നിട്ട് ഈ മതത്തിലുള്ള ഡോക്ട്രിൻ എടുത്തിട്ട് വികലമാക്കുന്ന ആൾക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് 7 വർഷത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞു തന്ന കാര്യം. ഇതാണ് ഇപ്പോൾ ട്രിനിറ്റിയുടെ ശരിയായ അർത്ഥത്തെ വികലമായി വ്യാഖ്യാനിക്കും. അപ്പോൾ മറ്റു മതക്കാർ നോക്കുമ്പോൾ ട്രിനിറ്റി നോക്കുമ്പോൾ കാണാം 3 ദൈവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ ബഹുദൈവ ആരാധകരാണ്, നിങ്ങൾക്ക് 3 ദൈവങ്ങളാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഇവർ ട്രിനിറ്റി ആശയം പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കും. ഇതാണ് ഇവർ ഫസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്, ഈ ട്രിനിറ്റിയുടെ ആശയം വെച്ചിട്ട് സ്നേഹം എന്നുള്ള ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി യേശുവിനെ ജാമ്യമായി നിർത്തിയിട്ട് യഹോവയെ കുറ്റം വിധിക്കും. അപ്പോൾ മറ്റ് മതക്കാർക്ക് ഇതൊരു എളുപ്പമാണ്.
അതായത് ഇവർ യഹോവയെ കുറ്റം വിധിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളെ ജാമ്യമായി എടുത്തിട്ടാണ്. ഇതാണ് ഇവരുടെ ഒരു തന്ത്രം, ഇതാണ് സൈക്കോളജി തന്ത്രമാണത്. അപ്പോൾ യേശുവിൻ്റെ വചനങ്ങളെ, സ്നേഹത്തിൻ്റെ വചനം, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെത്, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് പടക്കമുണ്ടെങ്കിൽ അവനോട് പോയി രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് നീ ബലിയർപ്പിക്കുക, നീ മറ്റാരെയും കൊല്ലരുത്, നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ നീ അവന് വിട്ടുകൊടുക്കണം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളെ ഇവർ ജാമ്യമായിട്ടെടുക്കും. എടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതൊന്നും യഹോവ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് യഹോവയെ കുറ്റപ്പെടുത്താൻ, യഹോവയെ വിമർശിക്കാൻ, യഹോവയെ പെണ്ണുപിടിയാനാക്കാൻ, യാഹോവയെ കൊള്ളാത്തവനാക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു ഗൂഢതന്ത്രം ശൈലിയാണ് യേശുവിൻ്റെ വാക്ക്. അത് യേശുവിനോട് ഇഷ്ടമുണ്ടായിട്ടോ യേശുവിനോട് കൂറുണ്ടായിട്ടോ അല്ല. കാരണം യേശുവിനോട് കൂറില്ലെന്ന് തെളിയിക്കുന്നത് ഇവർ തെറി വിളിക്കേണ്ടവരെ തെറി വിളിക്കും, ഇവർ ചീത്ത വിളിക്കേണ്ട മ്ലേച്ഛത പറയേണ്ടവരെ മ്ലേച്ഛത പറയും, മാതൃത്വത്തെ അപമാനിക്കും, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും വചനവിപരീതമായി ഇവർ സംസാരിക്കും. അതാണ് ഇവരുടെ ഉദ്ദേശം, ഇവരുടെ രഹസ്യ അജണ്ടയാണിത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, 400 മുതൽ തന്നെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു ദേശത്ത് നമ്മൾ വെട്ടിത്തെളിച്ച് ഒരു ദേശമായി, അവിടെ വയലുകളായി, അവിടെ കൃഷിയായി, മൃഗങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റ് തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും ഒരു ഗോത്രക്കാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവൻ നമ്മുടെ വന്നിട്ട് ഈ കൃഷിയെ മോട്ടിച്ചുകൊണ്ട് പോകാൻ നോക്കും, നമ്മളെ കൊന്നിട്ട് കൃഷി അവൻ്റെതാക്കും, നമ്മളെ കൊന്നിട്ട് കാളകളെ സകലതിനും അവൻ്റെതാക്കി മാറ്റും, നമ്മളെ കൊന്നിട്ട് നമ്മുടെ പെമ്മക്കളെ അവൻ നമ്മുടെ മുമ്പിൽ വെച്ച് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയാണ് ഈ 4000 BC 4000-ലൊക്കെ ജനങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ഇവൻ കേരളത്തിലെ ജീവിതം എന്തായിരുന്നു? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. കേരളത്തിൽ എങ്ങനെയായിരുന്നു? മേലാളന്മാർ കീഴാളന്മാർ എന്ന് പറയുന്നൊരു വ്യവസ്ഥയില്ലായിരുന്നു. അതിൽ കീഴാളന്മാരുടെ പെമ്മക്കൾക്ക് വീട്ടിൽ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന കണക്കായിരുന്നോ ജീവിച്ചുകൊണ്ടിരുന്നത്? അവരൊക്കെ തോന്നുന്ന കണക്ക് വന്ന് എടുത്തുകൊണ്ട് പോയില്ലേ? വഴിയിൽ വെച്ച് തോളിലെടുത്തിട്ടിട്ട് ഈ പെമ്മക്കളെ കൊണ്ടുപോയ ചരിത്രങ്ങളില്ലേ? കേരള ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. പുസ്തകം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, വായിച്ചു നോക്ക് എന്തൊക്കെയാ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയും, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെയാണ് ദൈവങ്ങളെ മനുഷ്യൻ വിളിക്കുന്നത്. ആരാണ് വിളിക്കുന്നത്? സഹായത്തിന് ആളില്ലാത്ത, ന്യായം ലഭിക്കാത്തവർ, നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും വരുമ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കാൻ ആളില്ലാത്തവർ, ഒറ്റപ്പെടുന്നവർ, പേടിച്ച് വിറച്ചിരിക്കുന്നവർ, അവരാണ് വിളിക്കുന്നത്. ദൈവമേ, ഇവർക്കെതിരെ പോരാടണമേ, ഇവർക്കെതിരെ പെരുമാറണേ ദൈവമേ. എല്ലാം തികഞ്ഞു നിൽക്കുന്നവൻ, എല്ലാ സൗകര്യങ്ങളും ഉള്ളവൻ, ഒരു AC റൂമിലിരുന്ന് ഒരു മൊബൈലും എടുത്തു വെച്ച് പച്ച സ്ക്രീനും ബാക്കിൽ വെച്ച് അതിനെ ക്രോമ കട്ടിങ് ചെയ്ത് ഇങ്ങനെ തട്ടിവിടുന്ന ഗോലിയാത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൽ പ്രിയരെ, പീഡിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവനായിരുന്നു ദൈവം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂറും ഫുഡും അടിച്ച് വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് തോന്നുന്ന കണക്ക് ജീവിക്കുന്നവൻ്റെ കൂടെ സ്നേഹം എന്ന് പറഞ്ഞു നിൽക്കുന്നതിനെ സ്നേഹം എന്നല്ല, അത് പൈശാചിക സ്നേഹമാണത്, അത് ദൈവിക സ്നേഹമല്ല. പീഡിപ്പിക്കുന്നവരുടെ കൂടെയും കരയുന്നവരുടെ കൂടെയും അനാഥരുടെ കൂടെയും വിധവകളുടെ കൂടെയും അടിമകളുടെ കൂടെയും അടിമകളെ സ്വതന്ത്രരാക്കി കൊണ്ടുവരികയും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സ്ഥലം കൊടുക്കുകയും ചെയ്യുന്നവൻ്റെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടിമകളുടെ കുഞ്ഞുങ്ങളെ അടിച്ചുകൊണ്ട് പോകുമ്പോഴും സ്നേഹമാണ്. നിന്റെ കുഞ്ഞിനെ കൊടുത്തോ യേശു പഠിപ്പിച്ചു. ഏതാ? ഈ പഠിപ്പിക്കുന്നവൻ്റെ പെമ്മക്കളെ ആരെങ്കിലും വന്നൊന്ന് എടുത്തോണ്ട് പോട്ട്. ഇങ്ങനെ പഠിപ്പിക്കുന്നവൻ്റെ പെമ്മക്കളെയും അവൻ്റെ ഭാര്യയെയും ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോട്ട്. സ്നേഹം പൊട്ടി കരച്ചിലൊക്കെ കാണും സ്നേഹം പറയുമ്പോൾ. ഇവൻ്റെ പെമ്മക്കളെ, ഇവൻ്റെ മോളെയും ഇവൻ്റെ ഭാര്യയും ആരെങ്കിലും എടുത്തോണ്ട് പോട്ട്, ഇവൻ്റെ സ്നേഹം കാണാം. അപ്പോൾ അവന് കോടതി, പ്രതികാരം, വാളെടുക്കും, വെട്ടും. അപ്പോൾ അവന് ഇവൻ പറയുന്നതിനേക്കാളും ക്രൂരനായി അവൻ തന്നെ മാറും. അതെങ്ങനെയാണ് മാറുന്നത്? നിന്റെ പെമ്മകളെ തൊട്ടപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരത വന്നത്? നിന്റെ ഭാര്യയെ തൊട്ടപ്പോൾ നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ദേഷ്യം വന്നത്?
എടാ, അങ്ങനെയെങ്കിൽ കർത്താവ് വാഗ്ദാനം കൊടുത്ത അബ്രാമിന്റെ സന്തതികളോട് എത്രമാത്രം എരിവുണ്ടായിരിക്കൂടാ. അബ്രാമിനോട് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അവൻ്റെ സന്തതികളെ കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കും. ഇവിടെ അത് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ. യഹോവയ്ക്ക് യാഗുവയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി ആരും യാഗുവെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ചിലവർ യാഗുവെ പൊടി പിടിപ്പിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് ഒരു കുറവുമില്ലാത്ത നിർമ്മല ഹൃദയനാക്കാൻ ചിലവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. യാഗുവെ ഇന്നും അത് തന്നെയാണ്. യാതൊരു മാറ്റവും വന്നിട്ടില്ല. അവൻ ആദ്യനും അന്ത്യനുമാണ്. ഹല്ലേലൂയ. അങ്ങനെ മാറ്റം വരണം എന്ന് യാഗുവയ്ക്ക് മാറ്റം വന്നുവെന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രസംഗിക്കത്തില്ല. അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. നീ വേണമെങ്കിൽ ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ. യേശുവേ ആരാധന. നീ വേണമെങ്കിലേ ആരാധിച്ചാൽ മതി. അല്ലെങ്കിൽ ഗോലിയാത്തിനെ പോലെ തെരുവ് നായികൾ ഇരുന്ന് പറയുന്നത് പോലെ യാഗുവേ ഇരുന്ന് നീ കുറ്റം പറഞ്ഞോ? പക്ഷെ യാഗുവയ്ക്ക് ഏലിയാവിന്റെ കാലത്ത് ബാലിന്റെ മുമ്പിൽ മുഴങ്കാലം അടക്കാതെ 7000 പേരെ മാറ്റി നിർത്തുന്നത് പോലെ മലയാളികളെ മാറ്റി നിർത്താൻ ഈ യാഗുവയ്ക്ക് കഴിവുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നമ്മളൊരു സ്കൂളിൽ ഒരു ടീച്ചറിനെ എടുത്തു കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എല്ലാ കുട്ടികളെയും സ്നേഹിക്കുന്നുണ്ട്. ശരിയല്ലേ? എല്ലാ കുട്ടികളെയും സ്നേഹിക്കുന്നു. എല്ലാ കുട്ടികളോടും നിങ്ങൾക്ക് വാത്സല്യമാണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഒരു കുട്ടിയെ പോലും തല്ലാറില്ല. നിങ്ങൾ ഒരു കുട്ടിയെ പോലും ഡാ ഇരിയടാ എന്ന് പറയാറില്ല. നിങ്ങൾ ഒരു കുട്ടിയെ പോലും നിങ്ങൾ അടിക്കാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ടീച്ചറാണോ? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ പാസ്സാവും? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ജയിക്കും? ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, തിരുത്താതെ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ വഴക്ക് പറഞ്ഞ് തിരുത്താത്ത ഒരു ടീച്ചറാണെങ്കിൽ ആ വളർന്നു വരുന്ന കുട്ടികൾ, അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, വഴക്ക് പറഞ്ഞ് അവരെ തിരുത്തി കൊടുക്കുന്ന, സ്നേഹത്തിലൂടെയും ശാസനയിലൂടെയും തിരുത്തി കൊടുക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ നാളെ അവൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എത്തുമ്പോഴേ അവൻ കഞ്ചാവിന് അടിമയായി മാറും. മനുഷ്യനെ വഴക്ക് പറയുകയോ തിരുത്തുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു ദൈവത്തെ കൊണ്ടുവരുന്നത് ഈ മനുഷ്യനായിട്ടുള്ള സകല ജാതികളും തിന്മയിലേക്ക് പോകാൻ വേണ്ടി ഡെമൻ കൊണ്ടുവരുന്ന ഒരു സൈക്കോളജി ഐഡിയ ആണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഡെമൻ്റെ സൈക്കോളജി ഐഡിയ. അത് നിങ്ങൾ ഇങ്ങനെ കേൾക്കുക, ദൈവം സ്നേഹമാണ് സ്നേഹമാണ്, ഇങ്ങനെ കേട്ടിട്ട് ദൈവം തിരുത്തുന്നില്ല, ശാസിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല, രൂപക്കുട്ടിൽ ഇരിക്കുന്ന ഒരു പ്രതിമ പോലെയാണ് ദൈവമെന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൊണ്ടു തന്നാൽ നിങ്ങൾ ആരായി തീർന്നു? ദൈവം ശിക്ഷിക്കാത്തവനാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്, നീ എങ്ങനെ ജീവിച്ചാലും നിനക്ക് രക്ഷ തരുന്നവനാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ യൂത്തും യുവാക്കന്മാരും എന്തിലേക്ക് പോകും? അവർ സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകും. പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യത്തെ വെറുത്തുപേക്ഷിക്കുകയും പാപത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ ഇടയാകുകയും ചെയ്യും. ആര് പോകും? ക്രിസ്തീയ സമൂഹത്തിലുള്ളവർ പോകും. മറ്റു മതക്കാർ പോകുമോ? ഇല്ല. കാരണം അവരെ തൊടത്തില്ല. വേറെ ഏതെങ്കിലും മതക്കാർ പോകുമോ? ഇല്ല. പിന്നെ ആരാണ് പോകുന്നത്? ക്രിസ്തീയ സമൂഹത്തിലെ നിങ്ങളുടെ മക്കൾ പോകും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകും, നിങ്ങളുടെ തലമുറ പോകും. അത് പോകാൻ വേണ്ടി തന്നെയാണ് ഈ സൈക്കോളജിക്കൽ തന്ത്രവുമായി പല വ്യക്തികളും ഇതിൻ്റെ അകത്ത് ക്രിസ്ത്യാനി എന്ന പേരിൽ തിരികെ കയറി ഇറങ്ങിയിരിക്കുന്നത്. അതിനു വേണ്ടിയാ. ഇതിൽ വളരെ ശ്രദ്ധ എല്ലാ സഭാ മെമ്പേഴ്സും വെച്ചേക്കണം. നിങ്ങളുടെ അടുത്ത് ഞാൻ എടുത്തു പറയുകയാണ്, ഗോലിയാത്തിനെ തിരിച്ചറിഞ്ഞ് അവനെ ആശയം കൊണ്ട് അടിക്കാനുള്ള പവർ നിങ്ങൾ കുടുംബത്തിൽ ചേർന്നോണം. യാഗുവെ കുറ്റം വിധിക്കുന്ന, യാഗുവെ വിമർശിക്കുന്നവൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമം ഉപയോഗിക്കുന്നവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നീയും അവനെ പോലെ അതേ തിന്മ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ ചാനലിൽ നിന്ന് പുറത്തു ചാടുക. കർത്താവിനെ കുറ്റം വിധിക്കുന്ന, ജീവിക്കുന്ന അബപിതാവിനെതിരെ പോരാടുന്ന ഒരു ദുഷ്ടശക്തിയുമായി നീ കൂട്ടിച്ചേരാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് തന്നെ നീ ആ തീരുമാനം എടുക്കണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറയാം, BC 3250 കിങ് സ്കോർപ്പിയൻ എന്ന് പറയുന്ന ആള് ഈജിപ്തിലെ രാജാവിനെ തോൽപ്പിക്കുകയുണ്ടായി.
തോൽപ്പിച്ചിട്ട് സ്കോർപ്പിയൻ ചെയ്തത് എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കണം. അവിടെയുള്ള സ്ത്രീകളെ മൊത്തം പിടിച്ചടക്കുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെന്ന് സ്കോർപ്പിയൻ ചെയ്തത്. അതുപോലെ തന്നെ ടാറസ് രാജാവിനെയാണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ടാറസിനെയാണ് തോൽപ്പിച്ചത്. അന്ന് ഈജിപ്റ്റ് വളരെ വിശാലമായി കിടക്കുന്ന രാജ്യമായിരുന്നു. രാജ്യത്തുണ്ടായിരുന്ന സകലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3150 3100 അതുപോലെ 2900 വൻ യുദ്ധങ്ങളും പിടിച്ചുപറികളും കൊള്ളകളും നടന്നു. അതുപോലെ തന്നെ എന്ന് പറയുന്ന സ്റ്റെബ്രക്കയും ഹോറസ് രാജാവും തമ്മിൽ ഈജിപ്തിൽ ആഭ്യന്തര യുദ്ധം നടന്നിട്ട് രണ്ട് പക്ഷക്കാരുടെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തമ്മിലടിച്ച് കൊല്ലുന്ന ചരിത്രങ്ങളും നമുക്കറിയാം. ഇതെല്ലാം നടന്നത് BC 2900 ഈ 2900 ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽക്കാർക്ക് അടിമകളായി കിടക്കുന്ന സമയമാണ്. അന്ന് അവിടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുമ്പോഴും ഈ അടിമകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. ഇവർ പീഡനമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ നിലവിളി ദൈവസന്നിധിയിൽ ഉയർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ 3000 സുമേറിയൻ അക്കാദിയൻ യുദ്ധങ്ങൾ പിന്നെ ഇറാഖ് കേന്ദ്രീകരിച്ച് നടക്കുന്നു. സുമേറിയൻ അക്കാദിയൻ അവിടെയും ഗോത്രങ്ങൾ തമ്മിൽ ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തന്നെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഹമറാബി യുദ്ധങ്ങൾ, പിന്നെ നടന്ന സിറിയൻ യുദ്ധങ്ങൾ 1456 മുതൽ അങ്ങോട്ട് സിറിയൻ യുദ്ധമായിരുന്നു. BC സിറിയക്കാർ രാജ്യങ്ങൾ പിടിച്ചടക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് 1200 കസ്ക യുദ്ധം നടന്നിരുന്നു. അപ്പോൾ നോക്കിയേ, ഒരു നൂറ്റാണ്ടിലും യുദ്ധമില്ലാത്ത, പിടിച്ചുപറിയില്ലാത്ത, സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയില്ലാത്ത ഒരു സംഭവവും അന്നില്ല. അന്നത്തെ കൾച്ചർ അതാണ്, അന്നത്തെ രീതി അതാണ്. ഇങ്ങനെയാണ് അന്നത്തെ രീതികൾ പോയിക്കൊണ്ടിരുന്നത്. AD ശേഷമാണ് ആ രീതികൾക്ക്, AD 300 400 ശേഷം ആ രീതികൾക്ക് വ്യത്യാസം വന്നു. പിന്നീട് പലരും നിയമങ്ങൾ മാറ്റാനും അടിമകളുടെ നിയമവ്യവസ്ഥകൾ തന്നെ മാറ്റാൻ ഇടയായിട്ടുണ്ട്. ഞാൻ എഴുതിയ കൊളോസോസ് തിയോളജി ബുക്ക് അതിൻ്റെ അകത്ത് ഞാൻ വ്യക്തമായിട്ട് അത് മാറ്റി എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. ആ AD 400 ശേഷമൊക്കെ ജനങ്ങളുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വന്നു. എന്നാൽ BC 4000 BC 3000 BC 2000 BC 1800 ഉള്ള ചിന്താഗതി അതല്ല. കയ്യൂക്കുള്ളവൻ അവനാണ് ബലം. രാജാവില്ലാത്ത ഒരു ജനതയുണ്ടെങ്കിൽ, ഭരിക്കാനായിട്ട് നിയമ സംവിധാനമില്ലാത്ത ഒരു ജനക്കൂട്ടമാണെങ്കിൽ അവരുടെ ജീവിതം അടിമത്തം നിറഞ്ഞ ജീവിതമാണ്. അവർക്ക് അവരുടെ ദൈവത്തെ പോലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ സൗദിയിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് പബ്ലിക്കായിട്ട് നിന്നിട്ട് നിങ്ങളൊരു പ്രാർത്ഥന നടത്ത്. ഇന്ന് ഇത്രയും നൂറ്റാണ്ട് ഇത്രയും വളർന്നിട്ട് പോലും നിങ്ങൾക്കൊന്ന് നടത്താൻ പറ്റുമോ ക്രിസ്ത്യാനികൾക്ക്? അപ്പോൾ നിങ്ങൾ അറസ്റ്റ് വീഴും. കാരണം അത് അവരുടെ മതത്തിൻ്റെ രാജ്യമാണ്. അങ്ങനെ വരുമ്പോൾ മതങ്ങൾ മാറി മാറി ഈ ലോകത്തെ മുഴുവൻ മാറി മാറി ഭരിക്കുമ്പോൾ ആ സമയത്ത് അവരുടെ ദൈവം, ഹമ്രാബി വന്നപ്പോൾ ഹമ്രാബി ഒരു ദൈവത്തെ കൊണ്ടുവന്നു, അതിനെ ആരാധിക്കണം. ആ ദൈവത്തിനൊരു പേര് ചേർത്തി എല്ലാ ദൈവങ്ങളുടെയും ദൈവം എന്നാണ് ഹമ്രാബിയുടെ ദൈവത്തിന് പേരിട്ടത്. ആ ദൈവത്തിന് അത് ആരാധിക്കാൻ വയ്യാതെയാണ് അബ്രാമിൻ്റെ അപ്പൻ ഉൾപ്പെടെയുള്ളവർ ഊറിൽ നിന്ന് ഹാരാനിലേക്ക് താമസം മാറ്റുന്നതിൻ്റെ കാരണം തന്നെ ഈ ദൈവാരാധനയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം പിടിച്ചടക്കുമ്പോൾ, അവരുടെ സ്ത്രീകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ, അവരുടെ പെൺകുഞ്ഞുങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോഴെല്ലാം, അല്ലെങ്കിൽ സ്ത്രീകളെ കൊല്ലപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ, എല്ലാ ആൺമക്കളെയൊക്കെ കൊന്നുകളയും. അങ്ങനെ കൊല്ലുമ്പോഴെല്ലാം അവിടെ വരുന്നത് ദൈവങ്ങൾ തമ്മിലുള്ള വിജയങ്ങളാണ്. ദൈവങ്ങളെയാണ്. ഞങ്ങളുടെ ദൈവം വിജയിച്ചു, ഞങ്ങളുടെ ദൈവമാണ് ഈ രാജ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകിയത്, അതുകൊണ്ട് നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം. ഇതാണ് പറയുന്നത്. ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ മറ്റ് മതങ്ങൾ ഇവിടെ ഇന്ത്യയെ ആക്രമിച്ച് കീഴടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ ദൈവത്തെ ഇവിടെ പ്രൊമോട്ട് ചെയ്തു. അത് കത്തോലിക്കനാണെങ്കിലും, അത് ആരൊക്കെയാണ്, നമ്മുടെ പോർച്ചുഗീസുകാരാണെങ്കിലും, ഡച്ചുകാരാണെങ്കിലും, ഇനി ലണ്ടൻകാരാണെങ്കിലും, അവരെല്ലാം ഇവിടെ വന്നിട്ട് പള്ളികളാണ്, ക്രിസ്തുവിൻ്റെ പള്ളികളാണ് അവർ പണിതത്. നമുക്കറിയാം. ഇവിടെ ഇസ്ലാം മതക്കാർ വന്നിട്ട് അവരുടേതായ കൺവെർട്ട് ഇവിടെ നടത്തിയില്ലേ? നമുക്കറിയാം. ഒരു കാലത്ത് മലബാറിലൊക്കെ ആരായിരുന്നു? ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികളെ കൺവെർട്ട് അവർ ചെയ്തില്ലേ? അത് ഓരോ രാജ്യങ്ങളും അവർ പിടിക്കപ്പെടുമ്പോൾ, അവരൊരു യുദ്ധം ചെയ്ത് ഒരു രാജ്യത്തെ കീഴടക്കുമ്പോൾ, ആ കീഴടക്കാൻ അവരുടെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തെ ആരാധിക്കണമെന്ന് അവിടുത്തെ ജനങ്ങളോട്
കർശനമായി കൽപ്പന കൊടുക്കും. നീറോയുടെ കാലത്തും അതുപോലെ തന്നെ ഡൈനീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തൊക്കെ നടന്നത് എന്താണ്? ഈ ദൈവാരാധനയാണ്. ചക്രവർത്തി ആരാധന നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളമാണ് നടന്നിരുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ജനങ്ങളിൽ നിൽക്കുന്ന സമയത്ത് പച്ച അടിമയായി കടന്ന എല്ലാവരും മാറി മാറി ഭരണങ്ങൾ വരുമ്പോൾ അവരുടെ എല്ലാം പീഡനമേറ്റ് ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലുകയും പെൺകുഞ്ഞുങ്ങളെല്ലാം രാത്രിയിൽ അവരവരുടെ റൂമിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഇസ്രായേൽ അമ്മമാരുടെ കണ്ണുനീർ കണ്ടിട്ട് രംഗത്തിറങ്ങിയ അബ്രഹാമിന്റെ ദൈവത്തെയാണ് ഈ തെരുവ് നായ്ക്കൾ പഴിക്കുന്നത്. ആരെങ്കിലും യൂട്യൂബിലോ ഏതെങ്കിലും തരത്തിൽ അബ്രഹാമിന്റെ ദൈവത്തിനെതിരെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊണ്ണക്കുഞ്ഞാടുകളല്ല എങ്കിൽ, നിങ്ങൾ ദാവീദിനെ പോലെ ആത്മാവുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനെ ചെറുക്കാൻ പഠിക്കണം. ആശയം കൊണ്ട് ചെറുക്കാൻ പഠിക്കണം. മൊണ്ണക്കുഞ്ഞാടാണെങ്കിൽ നീ പൊയ്ക്കോ, നീ എവിടെ ഇരുന്നാലും കണക്കാ. ഈ മൊണ്ണ അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവനെ കൊണ്ടൊരു കാര്യമില്ല. ഈ താലന്ത് കുഴിച്ചിടുന്നവനെ കൊണ്ട് ഒരു പറയാം, അവ എവിടാന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വീരന്മാർ അങ്ങനെ ആയവരുത്. വീരന്മാർ അവർ ശക്തരായിരിക്കണം എന്ന് നിങ്ങളെ 1237 ബാബിലോൺ യുദ്ധം നടക്കുന്ന സമയമാണ്. അസിറിയൻ ബാബിലോൺ യുദ്ധം. അവിടെയും നിങ്ങൾ ചരിത്രമെടുത്ത്, എല്ലാവരുടെയും ചരിത്രമെടുത്ത് പ്രസംഗിക്കാനുള്ള ബുദ്ധിമുട്ട്, കാരണം ഒരുപാട് ടൈം എടുക്കും. അവരുടെയൊക്കെ ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കണം. ബാബിലോണും അസിറിയൻ വന്നിട്ട് ശമരിയായിൽ വന്ന് പിടിച്ചെടുത്തിട്ട് എന്താ ചെയ്തത്? ശമരിയായിലുള്ള ജനങ്ങളെ കുടുംബത്തോടെ പൊക്കിയെടുത്ത് അസിറിയൻ രാജ്യത്ത് കൊണ്ടുപോയിട്ട് മിശ്രിത വിവാഹത്തിന് ഏർപ്പാട് ചെയ്തു. അങ്ങനെയല്ലയോ ശമരിയായിലുള്ള ജനങ്ങൾക്ക് അവരുടെ യഹൂദ ബ്ലഡ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അസിറിയൻ ജാതികൾ എന്ന് ശമരിയക്കാരെ യഹൂദന്മാർ വിളിച്ചതിൻ്റെ കാരണം അതുകൊണ്ടല്ലേ. ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് വളരെ നോക്കിക്കോണം, അസിറിയന്റെയും ഈജിപ്റ്റ് രാജാക്കന്മാർ മാറി മാറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുണ്ടാക്കുന്ന സ്വർണങ്ങളും ഇവരുണ്ടാക്കുന്ന സമ്പത്തെല്ലാം ഈ പിടിച്ച് പറിച്ചെടുത്തോണ്ട് പോകുകയാണ് ഈജിപ്തിലുള്ളവർ. അങ്ങനെ പിടിച്ച് പറിച്ചെടുത്തോണ്ട് പോകുക. ഇവർക്ക് സ്വന്തമായി പണമുണ്ടാകാൻ അനുവദിക്കത്തില്ല, ആരോഗ്യം ഉണ്ടാവാൻ അനുവദിക്കത്തില്ല, ആൺമക്കൾ കൂടുതൽ ഉണ്ടാവാൻ അനുവദിക്കത്തില്ല, പെൺമക്കളെ മേലാളന്മാരുടെ ബെഡ്റൂമിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകുക, കാരണം അവരുടെ ശരീരം കളങ്കപ്പെടുത്തുക. ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന ഈ കരഞ്ഞ് തരിപ്പണമായി കിടന്ന യഹൂദ അടിമകൾക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ അടിമകളെ, അവരെ കർത്താവ് വിടിവിക്കാൻ വന്നു. ഒരു മോശയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ വിടിവിക്കാൻ, അല്ലാതെ ഈജിപ്റ്റ് രാജാവിനെ വിടിവിക്കാനല്ല വരേണ്ടത്, കരയുന്നവരെ വിടിവിക്കാനാ വരേണ്ടത്. ഇവന്മാരുടെ ദൈവം കരയാത്തവരെ വിടിവിക്കാൻ വരുന്നവനാ. ഈ കരയുന്നവരെ വിടിവിക്കുമ്പോൾ എങ്ങനെ വിടിവിപ്പിക്കണം, എങ്ങനെ മോചിപ്പിക്കണം, എങ്ങനെ അവരുടെ മനസ്സിനെ ഉണക്കണം എന്നുള്ളത് അത് യാഗവേ തീരുമാനമെടുത്തോള്, നീ തീരുമാനിക്കണ്ട. ഹല്ലേലൂയ, യേശുവേ ആരാധന. അത് യാഗവയ്ക്ക് അറിയാൻ തീരുമാനം. ഇന്നും അത് തന്നെ ചെയ്യത്തോളൂ. ഇന്നും യാഗവയുടെ പ്രവൃത്തി നടന്നാൽ ഇന്നും അത് തന്നെ ചെയ്യും. 1184 നടന്ന ട്രോജൻ യുദ്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ട്രോജൻ വാർ അത് പഠിക്കേണ്ടതാണ്. ട്രോജൻ വാർ നടന്നത് 1184 അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ട്രോജൻ വാറിനെ കുറിച്ച് പറയാം. ട്രോജൻ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊരു വല്ലാത്ത തന്ത്രമാണ്. ഇപ്പോൾ നമ്മൾ പഴയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ഫേസ് ചെയ്ത ഒരു രാജ്യമാണ് ഈജിപ്റ്റ് രാജ്യം. ഇറാഖ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈജിപ്റ്റ് രാജ്യമാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഫേസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ഈജിപ്റ്റ് രാജ്യത്തിൽ എപ്പോഴും യുദ്ധം കടന്നു വന്നുകൊണ്ടിരുന്നിരുന്നു. ദൈവപിതാവിന് നന്നായിട്ടറിയാം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ അവർ അധ്വാനിച്ച 400 കൊല്ലം കടന്ന് പാടുപെട്ട് അധ്വാനിച്ച ആ രാജ്യം തന്നെ കൊടുക്കാഞ്ഞതെന്ത്? 400 കൊല്ലം കിടന്ന് അവർ അധ്വാനിച്ചതല്ലേ, അവർക്ക് കൊടുക്കേണ്ടത് ആ രാജ്യമല്ലേ, അവർക്കൊരു അവകാശം വെക്കാം. എന്തിന് കാനാൻ ദേശം കൊടുത്തു? കാനാൻ ദേശം കൊടുത്തത് എന്തിന്? ഈ രാജ്യം കൊടുക്കാഞ്ഞത് എന്തിന്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ഒരു സ്വാഭാവിക മനുഷ്യന് ഉണ്ടാവാം, ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാവാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അബ്രഹാമിൻ്റെ മുമ്പിൽ നമ്മുടെ കർത്താവിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവവും ദൈവത്തിൻ്റെ ദാസന്മാരും തമ്മിലുള്ള
വാഗ്ദാനവും സംഭാഷണവും അനുസരിച്ചിട്ടാണ് അവരുടെ പിൻതലമുറയെ വഴി നടത്തുന്നത്. അല്ലാതെ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളും ലോകമുണ്ടാക്കുന്ന കൾച്ചർ നോക്കിയിട്ടല്ല നമ്മുടെ ദൈവം നടക്കുന്നത്. പൂർവ്വ പിതാക്കന്മാർ ഇവരുടെ തലമുറയിൽ ശുദ്ധരായിട്ടുണ്ടെങ്കിൽ, ആ പിതാക്കന്മാരോട് ദൈവം പ്രത്യക്ഷപ്പെട്ട പ്ലേസ് ഉണ്ടെങ്കിൽ, ആ പ്ലേസിൽ പിതാക്കന്മാരുടെ നാമം നിലനിർത്താൻ വേണ്ടി ആ പിതാക്കന്മാരോട് കാണിച്ച സ്നേഹം, സംസാരം നടന്നിരിക്കുന്ന ആ സ്ഥലത്ത് തങ്ങളുടെ മക്കൾ വാഴണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ അതിന് നിനക്കെന്താ? ഹല്ലേലൂയ. അതെന്താ കുഴപ്പം? എന്താ? അതാണ് വേണ്ടത്. അപ്പന്മാരെ മാനിക്കുക. വിശ്വാസ വീരന്മാരായ പിതാക്കന്മാരെ മാനിക്കുന്ന യാഗവയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു ഞാഞ്ഞൂല് യാഗവയല്ല നമുക്ക് വേണ്ടത്. അതായത് നീ അവിടെ കടന്നെന്നാൽ നിനക്ക് അവിടെ അങ്ങ് തരാം, നീ ഇപ്പുറത്ത് കടന്നെന്നാൽ ഉറുമ്പും കൂടി നിനക്ക് അങ്ങ് തരാം എന്ന് പറയുന്ന ഒരു കഴിവുകെട്ട ഒരു ഞാഞ്ഞൂല് യാഗവയല്ല നമുക്ക് വേണ്ടത്. അപ്പന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എത്തിച്ചേ പറ്റത്തോളൂ മക്കളെ. അപ്പന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, അവിടെ എത്തിച്ചിരിക്കും മക്കളെ. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ കാര്യം, കാനാൻ തന്നെ തിരഞ്ഞെടുക്കാൻ. കാനാൻ ദേശത്താണ് അബ്രാം ഉണ്ടായിരുന്നത്. അബ്രാമിന് വാഗ്ദാനം കൊടുത്തതെല്ലാം ആ ദേശം തന്നെയാണ്. ആ ദേശം ഞാൻ കണ്ടു. അബ്രാമിനോട് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ ചന്ദ്രനെ നോക്ക്, മണൽത്തരി പോലെയല്ലേ, നിനക്ക് എണ്ണാൻ പറ്റുമോ എന്ന് ചോദിച്ച പ്ലേസിൽ ഞാൻ പോയതാണ്. അവിടെ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ. അവിടെ ആ സ്ഥലം പോയി സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന്, ആ മലമുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തം നമുക്ക് കാണാം. ഇസ്രായേലിൻ്റെ മൊത്തം ഒരു റൗണ്ട് പോലെ, ഒരു മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ ആ പ്ലേസ് മൊത്തം കാണാം. അവിടെ നിന്നുകൊണ്ടാണ് അബ്രാമിനോട് ദൈവം പറഞ്ഞത്, നീ നാട് ചുറ്റിന് നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞാൽ ആ ഇസ്രായേലിൻ്റെ ഒരു ഒരു ഭാഗം വരെ നമുക്കിങ്ങനെ റൗണ്ടിന് കാണാൻ സാധിക്കും. മഞ്ഞൊന്നും ഇല്ലെങ്കിൽ വ്യക്തമായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ കാണുന്ന എല്ലാം ഞാൻ നിനക്ക് തരും എന്നാ പറഞ്ഞത്. എന്താ കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്? കാനാനെ നേരത്തെ ഒരു പിതാവ് ശപിച്ചിട്ടുണ്ട്. ഒരു പിതാവ് കാനാനെ നിന്നെ ശപിച്ചിട്ടുണ്ട്. അങ്ങനെ നിനക്ക് വേര് പിടിക്കാൻ, നീ ശാപം കിട്ടിയവന് വേര് പിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളതിൻ്റെ ഒരു നിഴലാണ്. കാനാൻ ദേശത്ത് അവർ കടന്നു ചെല്ലാൻ പുറപ്പെടുന്ന സമയത്ത് അവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചെടുക്കുകയും അതും കൊണ്ട് അവർ യാത്ര തിരിക്കുകയും ചെയ്തു. അവർ വാങ്ങിച്ചെടുത്തത് മോഷണ വസ്തുവൊന്നുമല്ല, അവർ വിയർപ്പിൻ്റെ കൂലി തന്നെ അവർ വാങ്ങിച്ചെടുത്തത്. ഹല്ലേലൂയ. നമുക്കൊരു കമ്പനി, ഇപ്പം ദുബായിലൊക്കെ ഒരു കമ്പനി ജോലി ചെയ്തിട്ട് അവന് സാലറി കൊടുത്തില്ലെങ്കിൽ ഇവർ കൊണ്ടുപോയി കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. ലേബർ കോർട്ട് പറയും കുടറ സാലറി എന്ന് പറയും. അത് കണക്ക് തന്നെ. അപ്പോൾ ലേബറിൻ്റെ കൂലി കൊടുക്കാത്തത് കോർട്ട് പറയും കൊടുക്കട എന്ന് പറയും. അതിൻ്റെ പേര് കോർട്ട് കംപ്ലൈൻ്റ് ഉള്ളവനെന്നല്ല, കോർട്ട് നീതിമാനായ ജഡ്ജിയായത് കാരണമാണ്. നമ്മുടെ ദൈവത്തെ പറയുന്നത് നീതിമാനായ ദൈവം എന്നാണ് പറയുന്നത്. നിയമങ്ങൾ നടപ്പാക്കുന്ന ദൈവമെന്നല്ല, നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. അവരുടെ വിയർപ്പിന്റെ പണം മൊത്തം ഇവർ അടിച്ചു മാറ്റി അവരുടെ പെമ്മക്കളെ നശിപ്പിച്ച് ലോകം മൊത്തം നടക്കുകയാണ്. അവരുടെ പെമ്മക്കളെ നശിപ്പിച്ച് അത് കാരണം എന്ത് ചെയ്തു? അവരുടെ അധ്വാന ഫലം തന്നെ ഇവർ തിരിച്ചു മേടിച്ചത്. അവരുടെ അധ്വാന ഫലം തന്നെയാണ് ഇവർ തിരിച്ചു മേടിച്ചോട്ട് ഇവർ യാത്ര പുറപ്പെട്ടത്. അത് നീതിയാണത്. ഹല്ലേലൂയ. ഇത് ഇന്നും നടക്കുന്നില്ലയോ? ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും പഠനമുണ്ടായിട്ട് കോടതിയിൽ വളരെ നാളുകളായി ജോലി ചെയ്തിട്ട് പണം കൊടുക്കാതെ അവസാനം അവനെ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ പോകുമ്പോൾ മലയാളി സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ലേബർ കോടതി കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ട് അവൻ്റെ കൂലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അധ്വാനിച്ചതങ്ങനെ മേലാളൻ വെച്ചോണ്ടിരിക്കണ്ട, അവന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇന്നത് മനുഷ്യൻ ചെയ്യുന്നു. അന്ന് അവർക്ക് വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും ഈ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതുപോലുള്ള ഗോലിയാത്തുമാർ അന്നുണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ. യാഹ്വേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാഹ്വേ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ യാഹ്വേ ചെയ്തു. എന്നിട്ട് അവരെ പറഞ്ഞു, യഥാർത്ഥ ദൈവം നിങ്ങൾ ഈ ഈജിപ്തിൽ കണ്ടതൊന്നുമല്ല, യഥാർത്ഥ ദൈവം ഞാനാണ്. അന്ന് യാഹ്വേ ഇടപെട്ടിരുന്നത് യുദ്ധവീരനായിട്ടാണ് ഇടപെട്ടിരുന്നത്. ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ടാണ് ഇവരുടെ മുമ്പിൽ നടന്നിരുന്നത്. അല്ലാതെ ഒരു കസരയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ദൈവം
എന്ന് പറഞ്ഞിരിക്കുന്ന കണക്കല്ല, ഒരു രാജ്യത്തെ അടിമകളുടെ രാജാവായി അവരുടെ മുമ്പിലാണ് നടന്നത്. അപ്പൊ ഒരു രാജാവ് എന്തൊക്കെ, ഒരു രാജാവ് തന്റെ ജനത്തിന് വേണ്ടി എങ്ങനെയൊക്കെ സംരക്ഷണം ചെയ്യുമ്പോ അത് ചെയ്തിരിക്കും. അതങ്ങനെയാണ്. അന്ന് പഴയ നിയമം, പുതിയ നിയമം. അന്ന് ശാരീരിക നിയമം, ഇന്ന് ആത്മാവിൻ്റെ നിയമം. ശാരീരിക നിയമത്തെ പൂർത്തീകരിച്ചു ആത്മാവിൻ്റെ നിയമത്തിലേക്ക് വന്നപ്പോഴാണ് യേശുവിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനകളും വന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഈ ശാരീരിക നിയമത്തിൻ്റെ കൽപ്പനകളും ആത്മാവിൻ്റെ നിയമത്തിൻ്റെ കൽപ്പനകളും നമ്മൾ മാറിയും തിരിഞ്ഞും പഠിച്ചാലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ വെട്ടുപോത്ത് കിടന്ന് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിച്ചു പോകും. രണ്ടും രണ്ട് ലോയാണ്, രണ്ടും രണ്ട് രീതിയാണ്. ഒന്നിൻ്റെ പൂർത്തീകരണം യോഹന്നാനോടുകൂടി, സ്നാപക യോഹന്നാനോടുകൂടി അത് തീരുകയാണ്, ശാരീരിക നിയമത്തിൻ്റെ പൂർത്തി. പിന്നെ അത് നേരെ ആത്മാവിൻ്റെ നിയമമായി. എന്തുകൊണ്ട് ആത്മാവിൻ്റെ നിയമമായി? ഇനി ഒരു കാനാൻ ദേശമല്ല ദൈവം നയിക്കാൻ പോകുന്നത്. ഇനി ഒരു കാനാൻകാരെയോ അവരുടെ കുഞ്ഞുങ്ങളെയോ കൊന്നിട്ടല്ല ഇനി നമുക്കൊരു രാജ്യം തരാൻ പോകുന്നത്. യേശുക്രിസ്തു തന്നെ മോശ കാനാൻ ദേശം അവർക്ക് കൊടുത്തതുപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു രാജ്യം മുകളിൽ പണിതോ. അവിടേക്ക് കൊണ്ടുപോകുന്ന ആത്മാവിന്റെ നിയമമാണ് ഇനി അങ്ങോട്ട് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിന്റെ നിയമവും പണ്ട് രാജ്യത്തിന്റെ നിയമവും തമ്മിൽ കൂട്ടിവെച്ചുകൊണ്ട് തുലനം ചെയ്യുക, ത്രാസി നോക്കുക. ഏതാ? ബുദ്ധിജീവിയെ. ആ കാനാൻ ദേശത്തേക്ക് ഇവർ മരുഭൂമി പ്രയാണത്തിലൂടെ യാത്ര ചെയ്ത് കാനാനിലെത്തുക. ഇതൊരു ശാരീരികമായ അടയാളമാണ്, ശാരീരികാത്മമായ അടയാളമാണ്. ആ അടയാളം എന്തിനെ ചൂണ്ടുന്നതാണ്? യേശുപുത്രൻ നമുക്ക് വേണ്ടി മുകളിൽ ഒരുക്കി വെച്ച രാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യാഹ്വേ നയിച്ച വിശുദ്ധന്മാരുടെ ജീവിതം എന്താണോ, പാപികളുടെ ജീവിതം എന്താണെന്നോ, രണ്ടും നമ്മൾ നോക്കിയിട്ട് രണ്ടുപേർക്ക് എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ നേടി എന്ന് നമ്മൾ വിചിന്തനം ചെയ്ത് അതനുസരിച്ച് ആത്മാവിൻ്റെ ഈ കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അതിനെ ദൃഷ്ടാന്തമാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആ ഉന്നതത്തിലെ രാജ്യത്തിലേക്ക് എത്തപ്പെടാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പിതാക്കന്മാരോട് എന്തെങ്കിലും വാഗ്ദാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിൻതലമുറ അത് നേടിയെടുത്തിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് വാഗ്ദാനം നേടണം. ആ വാഗ്ദാനം പിൻതലമുറ പ്രാപിക്കണം. ഈ ദേശത്ത് പട്ടിണിക്കാരനായും ദുരിതം അനുഭവിക്കുന്നവനായും ജീവിക്കുന്ന പിശാചിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് അബ്രാം നേടിയതുപോലെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ആ നാമത്തിൽ നിങ്ങൾ വാഗ്ദാനം പ്രാപിക്കണം. നീയോ നിൻ്റെ സന്തതികളോ ഗർഭചിത്രം ഉണ്ടായി കുഞ്ഞുങ്ങളില്ലാതെ നശിക്കാൻ ഇടയാകത്തില്ല, നിന്റെ തലമുറ എന്നും ജീവിക്കും എന്ന് പറയുന്നൊരു വാഗ്ദാനം പ്രാപിച്ചെടുത്താൽ ശത്രു നിനക്കെതിരെ എത്ര പാളയമടിച്ചാലും ശരി, ഞാൻ പറഞ്ഞല്ലോ, യാഹ്വേ ഇന്നും നിനക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങും. പ്രൈസ് ദി ലോർഡ്. അത് യാഹ്വേക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. നിന്റെ വാഗ്ദാനം, ദൈവവുമായി നടത്തിയ ഒരു ഉടമ്പടിയുടെ വാഗ്ദാനം നിനക്കുണ്ടെങ്കിൽ നിന്നെ പാലിക്കാൻ, നിന്നെ രക്ഷിക്കാൻ ഇന്ന് യാഹ്വേക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന. എന്നാൽ യാഹ്വേ എന്ന് ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിയമപ്രകാരമാണ്. യേശുക്രിസ്തു നമുക്ക് നൽകിയ നിയമമുണ്ട്. ഏതാ? ദൈവവിധി. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പറയുമ്പോൾ ഉടനെ നിരൂപണന്മാർ ഇങ്ങനെ പറയും, അന്ന് യാഹ്വേ കുറേ പെണ്ണുങ്ങളെ കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് യാഹ്വേ നിനക്ക് കുറേ പെണ്ണുങ്ങളെ തരുമോ എന്ന് ചോദിക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അന്ന് ഈ ലേഡീസിനെ കൊടുത്തത് എന്തിനാണ് എന്നുള്ള അടുത്ത ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇടും. ഈ യാഹ്വേ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഈ സൈന്യത്തിൻ്റെ രാജാവായിരുന്നു ഈ യാഹ്വേയായ നമ്മുടെ ദൈവം, അവ പിതാവ് സൈന്യത്തിൻ്റെ രാജാവായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ സൈന്യത്തെ ഒരു ദേശത്തേക്ക് അവിടുന്ന് എത്തിച്ചു, ആ ദേശം അവർക്ക് നൽകി. ഞാൻ ഇന്നും പറയുന്നു, ആരാധിക്കുന്നവനോടും ആരാധിക്കാത്തവനോടും രണ്ട് വാഗ്ദാനമാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് പലരും പല വിപരീതമായ കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങളെ ആരാധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം പാശാലിറ്റിക്കാരനാണെന്ന് ഇവരങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ആരാധിക്കാത്തവർക്ക് ആരാധിക്കണ്ട,
പറഞ്ഞു മനസ്സിലായോ? ദൈവ വിഭാഗീയ ചിന്തയുള്ളവനാണെന്ന് പറഞ്ഞാൽ മതി. ആരാധിക്കാത്തവന് ആരാധിക്കാതിരിക്കുന്നവന് ആരാധിക്കണ്ട. ഈ ഒരു ആരോപണം കൊണ്ട് കുത്തിത്തിരുകി കഴിഞ്ഞാൽ മനുഷ്യനെ കൂടുതൽ വഷളാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇവന്മാരുടെ ഐഡിയ. ഇതാണ്, അതായത് ആരോപണം കൊണ്ട് ദൈവത്തിന് കൊണ്ടിടുക. ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങളെ വഷളാക്കാൻ ഇവന്മാർക്ക് എളുപ്പം സാധിക്കും. ഇതാണ് ഇവന്മാരുടെ സൈക്കോളജി ഐഡിയ. ഇതാണ്. ഈ ഐഡിയയിൽ എൻ്റെ ധ്യാനം കൂടുന്ന നിങ്ങൾ പെട്ടുപോകരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ ഇതുപോലെയാണ് ഗോലിയാത്ത് യഹോവയ്ക്കെതിരെ ഇതേപോലെ പെണ്ണുകേസും ഇതേപോലെ അടിമകളെ നിങ്ങൾ അവിടെ കൊന്നിട്ട് പെണ്ണുങ്ങളെ എടുത്തില്ലയോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഗോലിയാത്തും പറഞ്ഞത്. ദാവീദ് പറഞ്ഞു പോടാന്ന് പറഞ്ഞു. നിനക്കറിയത്തില്ല യഹോവേ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ യഹോവയെ. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇന്ന് ദൈവത്തിൻ്റെ ശക്തി യഹോവയ്ക്ക് വേണ്ടി നിങ്ങൾ തുടിക്കട്ടെ, യാഗോവയ്ക്ക് വേണ്ടി നിൽക്കട്ടെ. കരയുന്നവനെ അറിയത്തോളൂ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബലം എത്ര വലുതാണ്. കരയാത്തവൻ അറിയത്തില്ല. ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ വില കരയുന്നവനെ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് കരയുന്നവരുടെ കൂടെ നടന്ന് അവരെ രക്ഷപ്പെടുത്തിയ വീര ചരിത്രത്തിൽ നിരൂപണന്മാർ കയറി അതിൻ്റെ അകത്ത് ആരോപണം ഉന്നയിക്കുമ്പോൾ മൊണ്ണക്കുഞ്ഞാടുകൾ മലക്കം മറിഞ്ഞാൽ ധീരനായ ദാവീദിൻ്റെ അകത്ത് നിന്ന് ആത്മാവുള്ള നിങ്ങൾ ചെറുത്തു നിൽക്കാൻ പഠിക്കണം.